നമ്മുടെ വണ്ടിയും ഇതുപോലെ പാർക്കിങ്ങിലേക്ക് കയറ്റിയിട്ട് അപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വാഹനങ്ങളൊക്കെ തന്നെ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താവശ്യമാണോ ഇവർക്കുള്ളത് അതുപോലെ ആ ഒരു രൂപത്തിലേക്ക് വണ്ടി മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ഏരിയയിൽ കാണുന്നത് മൊത്തം ബൈക്ക് പാർക്കിങ്ങിനായിട്ടുള്ള ഏരിയയാണ്. നിരനിരയായിട്ട് തന്നെ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വരുന്ന വണ്ടികളെയൊക്കെ തന്നെ ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിഷ്കളങ്ക മനോഭാവത്തോട് കൂടിയിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ഭാരവാഹി തന്നെ ആയിരിക്കാം. കാരണം ടാഗ് കാര്യങ്ങളൊക്കെ തന്നെ പോക്കറ്റിൽ ഒട്ടിച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സമ്മേളനം നടക്കുന്ന ഈ ഒരു നഗരിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 1, 2 ഇങ്ങനെയൊക്കെയുള്ള ഒരു സൂചകാത്മക ബോർഡുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. സമ്മേളന നഗരിയിലെ ഏറ്റവും വലിയൊരു പന്തലാണ് ആ കാണുന്നത്. ഇവിടെയാണ് സമ്മേളനം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഈ ഒരു തുടക്കഘട്ടത്തിലുള്ള ഒരു ഷെഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. നാളെയാണ് ഇവിടെ ഈ ഒരു സമ്മേളന പരിപാടി നടക്കുന്നത്. ഇസ്തിമ എന്നാണ് ഈ ഒരു പരിപാടിയെ അറിയപ്പെടുന്നത്. ആ കാണുന്നത് മുസംബിയുമായിട്ട് പോകുന്ന ഒരു ലോഡിംഗ് വണ്ടിയാണ്. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലൊരു വെള്ളക്കെട്ടാണ്. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഹൗളാണ്, ഒളു എടുക്കാനുള്ള സംവിധാനമാണ് എന്നുള്ളത്. കാണുന്ന ഷെഡുകളിലൊക്കെ തന്നെ വെള്ള വസ്ത്രത്തിലുള്ള ജുബ്ബ ധരിച്ചിട്ട് താടിയൊക്കെ വളർത്തിയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല കൊച്ചു മിടക്കന്മാരെയും അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ഷെഡിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന വലിയ പന്തലിൽ ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണ്. അവിടേക്കുള്ള ടോക്കണ് 30 രൂപ നിരക്കിൽ കൊടുക്കുന്ന ചെറിയ കൗണ്ടറുകളാണ് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കാണുന്ന വെള്ളമാണ് ആ ഒരു ചാക്കിനകത്ത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ വിസ്തീർണം ഇങ്ങനെ നോക്കി കാണുകയാണ്. ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വളഞ്ഞു തിരിഞ്ഞ വഴിയാണ് കാണാൻ സാധിക്കുന്നത്. ക്രൗഡ് വരുമ്പോൾ സുഖകരമായിട്ട് നടക്കാനും മറ്റുമായിട്ടായിരിക്കാം ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. കയറാനും അതിൻ്റെ നേരെ അപ്പുറം ഭാഗത്തായിട്ട് കാണുന്ന ഒരു എൻട്രൻസ് ഇറങ്ങാനുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലേക്കായി നമ്മൾ കയറുമ്പോൾ മനോഹരമായിട്ട് തന്നെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിരനിരയായിട്ട് ഇരിക്കാനും കഴിക്കുന്ന ഭക്ഷണം വെക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കല്ല് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ പലക കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഇവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു പന്തലാണ്. പന്തലിൻ്റെ മേൽഭാഗത്തായിട്ട് ശീല കൊണ്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടെല്ലാം തന്നെ വളരെ കുറവാണ് എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. നല്ല ചൂടുള്ള ഒരു ഏരിയ ആണെങ്കിലും വളരെ കൂളിംഗ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ നമുക്ക് സാധിച്ചത്. നാളെയാണ് സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും ആരവങ്ങളുമായിട്ട് ഇന്ന് തന്നെ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ പല ആളുകളും അവിടെ ഇരുന്ന് കഴിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കൗണ്ടറുകൾ അപ്പുറത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പാക്കറ്റ് വെള്ളമാണ് ഇവിടെ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നത്. 30 രൂപയ്ക്ക് ഇന്ന് ഇവിടെ കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു. പള്ളിക്കറിയും നെയ്ച്ചോറുമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു താളത്തിലും ഓളത്തിലുമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഫുഡ് ഈ ഒരു തട്ടിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്നും ഈ ഒരു ട്രേയിലേക്ക് മാറ്റി പിന്നീട് നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പള്ളിക്കറിയും പിന്നീട് ദാൽ കറിയുമാണ് ഇവിടെ ഇതിനായിട്ട് കിട്ടുന്നത്. വെള്ളത്തിൻ്റെ പാക്കറ്റുകൾ ഇതുപോലെ ഇങ്ങനെ ഇറക്കിയിട്ടത് കണ്ടു നിന്നു എന്നുള്ളതാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കുന്ന രീതിയിലാണ് സംഘടന പ്രവർത്തകർ. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പേപ്പറുകളൊക്കെ തന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ടത് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയുമില്ല, ആ വെള്ളത്തിൽ അങ്ങനെ ലയിച്ചു ചേരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സമ്മേളന നഗരിയുടെ ആ ഒരു ടോക്കൺ കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അടുത്തൊരു ഫുഡ് കോർട്ടിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ കണ്ണുപോയത്. അതിലാണെങ്കിൽ മാക്സിമം വളച്ചൊടിച്ചിട്ടാണ് കൗണ്ടറുകൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത്രത്തോളം വളഞ്ഞു തിരിഞ്ഞ് കൊടുക്കുന്നത് ഒരു പക്ഷേ തിരക്ക് നിയന്ത്രിക്കാനായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും ഇതിലേക്ക് കടക്കാനായിട്ട് ഇതുപോലെ ചെയ്തു വെച്ച ആ ഒരു ബുദ്ധിയാണ് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയത്. അങ്ങനെ അടുത്തൊരു കൗണ്ടറിൻ്റെ ഉൾഭാഗമാണ് നമ്മളിങ്ങനെ നോക്കി കാണുന്നത്. ആ ഒരു കൗണ്ടറിനെ അപേക്ഷിച്ച് ഈ ഒരു കൗണ്ടറിലെ കാഴ്ചകളൊക്കെ തന്നെ വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എന്നുള്ളതാണ്. ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അതേ രൂപത്തിലുള്ള നേരത്തെ കണ്ട ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ രൂപത്തിലുള്ള അതേ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഒരു താളത്തിലും ഓളത്തിലും നാളേക്കുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ നടത്തുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
അങ്ങനെ പൊടിതോരണങ്ങളൊക്കെ തന്നെ പുറത്ത് പാറിക്കളിച്ച് നടക്കുന്നത് കൊണ്ട് ട്രാക്ടറിൽ വെള്ളം ഇങ്ങനെ തെളിച്ച് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു സമ്മേളന നഗരിയുടെ വലിപ്പം കണ്ട് ഞാനിങ്ങനെ നെട്ടി നോക്കി നിന്നു എന്നുള്ളതാണ്.